അപ്പോൾ നമ്മൾ ഫോക്ലോറിന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് 2 കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനസ് എന്ന സങ്കല്പനം എന്നാണ് ബ്ലോക്ക് 2ന്റെ പേര് അല്ലെ. അപ്പോൾ ഫോക്ലോറിനെ കുറിച്ച് സാമാന്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായി, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ ജനസ് എന്ന സങ്കല്പനം എന്ന് പറയുന്ന ബ്ലോക്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് സർവ്വസാധാരണമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ കൂടുതലായിട്ടും എന്താ പറയാ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പുരാവൃത്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് പുരാവൃത്തം എന്നുള്ളത്. അപ്പോ ഇനി എന്താണ് ഉൽപ്പത്തിയെ കുറിക്കുന്ന ഒരു കഥയാണ് പുരാവൃത്തം എന്ന് പറയുന്നത്. എന്നാൽ അത് പാവനമായിരിക്കണം, അതുപോലെ തന്നെ അത് നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കഥയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സവിശേഷതകളാണ് പുരാവൃത്തത്തിനുള്ളത്. എന്നാൽ ഐതിഹ്യത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഐതിഹ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ്? ഭാവനയിൽ പൊതിഞ്ഞ ചരിത്രം ദിവ്യവൽക്കരിക്കുമ്പോഴാണ് ഐതിഹ്യങ്ങൾ ജന്മം കൊള്ളുന്നത് എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മുടെ ഭാവനയിൽ പൊതിഞ്ഞ ഒരു ചരിത്രമാണ്, അത് നടന്നിട്ടുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്. പുരാവൃത്തം ഒക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ അതൊരു വിശ്വാസമായിരുന്നു നടന്നു എന്നുള്ളത്. എന്നാൽ ഐതിഹ്യത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? അതൊരു ചരിത്രമാണ്, അത് നടന്നിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഐതിഹ്യത്തെ കുറിച്ച്, പരശുരാമൻ മഴുവെറിഞ്ഞ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഐതിഹ്യമാണ്, അത് കേരളം ഉണ്ടായിട്ടുണ്ട്, അതൊരു ചരിത്രമാണല്ലേ, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരു എന്താ പറയാ വിശ്വാസത്തിന്റെ കാര്യമില്ല, അത് തെളിവ് സഹിതം ഉള്ളതാണ്, കേരളം ഉണ്ട് എന്നുള്ളത്. എന്നാൽ അത് ദിവ്യവൽക്കരിച്ചു. എങ്ങനെ ദിവ്യവൽക്കരിച്ചു? പരശുരാമൻ തന്നെ മഴു എടുത്ത് എറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായത് എന്ന് പറഞ്ഞ സമയത്ത് കേരളം ഉണ്ടായി എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യവും, പരശുരാമൻ മഴു എറിഞ്ഞു എന്നുള്ളത് ദിവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാര്യമാണല്ലേ. ഒരു ദൈവമായിട്ട് പരശുരാമനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കഥകളാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവല്ലോ പുരാവൃത്തവും ഐതിഹ്യവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്നത് മാറിപ്പോകും കേട്ടോ. അപ്പൊ ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്, നടന്നിട്ടുള്ള സംഭവമാണ്. പക്ഷെ ആ ചരിത്രത്തെ ഭാവനാത്മകമായിട്ട് നമ്മൾ ദിവ്യവൽക്കരിക്കുകയാണ്. പരശുരാമൻ മഴു എറിഞ്ഞു എന്ന് പറയുന്നത് ഒരു ദിവ്യവൽക്കരണമാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഉള്ള കഥകളാണ് ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഐതിഹ്യങ്ങളിൽ അലൗകികതയുടെ തലം ഉണ്ടെങ്കിലും അതിൽ ചരിത്ര സാന്നിധ്യമുണ്ട്. അപ്പൊ അലൗകികമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഈ പരശുരാമൻ മഴ എറിഞ്ഞപ്പോ കേരളം അന്നേരം തന്നെ പൊന്തി വന്നു എന്നുള്ളത് അല്ലെ. എന്നാൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അലൗകിക തലം അതിലുണ്ടെങ്കിൽ പോലും ചരിത്ര സാന്നിധ്യമുണ്ട്. എന്താണ്? കേരളം ഉണ്ടായിട്ടുണ്ട്, കേരളം കടലിൽ നിന്നും പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്രപരമായിട്ടുള്ള സത്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ ജീവിതാവബോധം വളർത്തിയെടുക്കാനുള്ള ഒരു പ്രേരകമായിട്ട് പല ഐതിഹ്യ കഥകളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് എന്താ പറയാ, ഈ ജാതി സംബന്ധമായിട്ട് ഉള്ള ഒരു ഐതിഹ്യമുണ്ട്. അതായത് പാർവതിയും പരമശിവനും എന്താ പറയാ ഭൂമിയിലേക്ക് എന്താ പറയാ കുറവനും കുറത്തിയുമായിട്ട്, അതായത് താഴ്ന്ന ജാതിക്കാരനായിട്ട് വന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ശങ്കരാചാര്യരുമായിട്ട് സംസാരിച്ച് ശങ്കരാചാര്യരുടെ ഉള്ളിലുള്ള ആ ഒരു ബ്രാഹ്മണത്വം ഒക്കെ മാറ്റിയെടുത്തു, ആ ഒരു മനോഭാവം മാറ്റിയെടുത്തു എന്നുള്ളതൊക്കെ ഒരു ഐതിഹ്യമാണ്. അപ്പൊ അത്തരത്തില് ജീവിത അവബോധം വളർത്തിയെടുക്കാൻ പ്രേരകമാകുന്ന തരത്തിലുള്ള ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആശയത്തെ ആധാരമാക്കുമ്പോൾ ഉൽപ്പത്തി, ചരിത്രം, പുരാവൃത്തം, മതപരം എന്നിങ്ങനെ ഐതിഹ്യത്തെ തരംതിരിക്കാം. എന്താണ്? ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളുണ്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുണ്ട്, പുരാവൃത്തവുമായി ബന്ധപ്പെട്ടും ഐതിഹ്യമുണ്ട്, അതുപോലെ മതപരമായിട്ടുള്ള ഐതിഹ്യങ്ങളുണ്ട്. അങ്ങനെ 4 തരത്തില് അതേ വേർതിരിക്കാവുന്നതാണ്, ഐതിഹ്യത്തെ വേർതിരിക്കാവുന്നതാണ്. അതിൽ ഉൽപ്പത്തി ഐതിഹ്യങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ഏതെങ്കിലും വസ്തുവിന്റെയോ വസ്തുതയുടെയോ ഉദ്ഭവത്തെ പ്രതിപാദിക്കുന്നതാണ് ഉൽപ്പത്തി ഐതിഹ്യം എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഉത്ഭവം. അപ്പോ സമൂഹഘടന, ധർമ്മങ്ങൾ, മര്യാദകൾ, സാമുദായിക ജീവിതം ഇവയൊക്കെ അറിയാൻ ഉൽപ്പത്തി ഐതിഹ്യങ്ങൾ സഹായകമാണ് എന്ന് പറയുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് കേരളോൽപ്പത്തി. അപ്പോ അത് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ ഇനി അടുത്തതായിട്ട് ചരിത്രപരമായ ഐതിഹ്യം പറയുന്ന സമയത്ത്
ചരിത്ര പശ്ചാത്തലമുള്ള ഐതിഹ്യമാണ് ഇത് എന്ന് പറയുന്നത്. ഒരു ചരിത്ര പശ്ചാത്തലം അതിനുണ്ട്. ഏത് നാടിന്റെയും പ്രാക്തന കാല ചരിത്രം മുഴുവൻ ലിഖിത രൂപത്തിൽ ലഭിക്കാതെ വരുന്ന സമയത്ത് ഐതിഹ്യങ്ങളെ ചരിത്ര പഠനത്തിന് ഉപയുക്തമാക്കുന്നുണ്ട്. അപ്പൊ ചരിത്ര പഠനത്തിന് ഉപയുക്തമാക്കുന്ന കുറെ ഐതിഹ്യങ്ങൾ ഉണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് പഴശ്ശി രാജാവിന്റെ വീരകഥകൾ. അത് നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഒരുപാട് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ, ചരിത്ര പഠനത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഐതിഹ്യങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. ഇനി പുരാവൃത്തപരമായിട്ടുള്ള ഐതിഹ്യമുണ്ട്. അതാണ് അലൗകികപരം. അലൗകികമായ ഏതെങ്കിലും വസ്തുതയെ കുറിച്ചോ അമാനുഷിക കഥാപാത്രങ്ങളെ കുറിച്ചോ ഉള്ള ഐതിഹ്യങ്ങളാണ് ഈ പുരാവൃത്തപരമായിട്ടുള്ള ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഗുരുവായൂരപ്പന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. അതായത് പൂന്താനവും മേൽപ്പത്തൂരും അവര് രണ്ടുപേരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, ആ കഥ നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു ഐതിഹ്യം എന്താണ്? പൂന്താനം ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള ആളാണല്ലേ. അപ്പൊ ജ്ഞാനപ്പാന എഴുതിയ സമയത്ത് മേൽപ്പത്തൂരിനെ കൊണ്ട് കാണിച്ചു, ഇതെങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ മേൽപ്പത്തൂര് അതിലെ സംസ്കൃതം ഒന്നും ഇല്ലാത്തത് കൊണ്ട്, എന്താ പറയാ, ശുദ്ധ മലയാളത്തിലായതുകൊണ്ട് തന്നെ അത് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് പൂന്താനത്തിനെ തിരിച്ചയച്ചു. എന്നാൽ ഗുരുവായൂരപ്പൻ പൂന്താനത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് അത് പ്രസിദ്ധീകരിപ്പിച്ചു എന്നൊക്കെയാണ് ഒരു ഐതിഹ്യം ഉള്ളത്. അപ്പൊ അതൊരു അമാനുഷികതരമായിട്ടുള്ളതാണ്, പുരാവൃത്തപരമായിട്ടുള്ള ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ അത് പുരാവൃത്തപരമായ ഒരു ഐതിഹ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത്രയൊക്കെയാണ്. പിന്നെ മതപരമായിട്ടുള്ള ഐതിഹ്യങ്ങളുണ്ട്. ഏതെങ്കിലും മതത്തെ പ്രചരിപ്പിക്കുന്നതോ പിന്താങ്ങുന്നതോ ആയ ഐതിഹ്യങ്ങളാണത്. ജാതി, വർഗം മുതലായ സംബന്ധിച്ച ഐതിഹ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് യേശുവിന്റെ എഴുന്നേൽപ്പ്, അത് മതപരമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ്. അത് എന്താ പറയാ, മറ്റൊരു വിഭാഗത്തിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ അത്രയാണ് ഈ ഐതിഹ്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി പുരാവൃത്തവും ഐതിഹ്യവും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുരാവൃത്തം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഐതിഹ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഇനി അടുത്തതായിട്ട് കഥാഗാനങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത്, കഥാഗാനങ്ങൾ ധീര വ്യക്തിത്വങ്ങളുടെയോ അസാമാന്യമായ ജീവിതം പുലർത്തുന്നവരുടെയോ സംഭവങ്ങളുടെയോ സവിശേഷ സംഭവത്തിന്റെയോ ആഖ്യാനമാണ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ വടക്കൻ പാട്ടിലൊക്കെ നമുക്കറിയാം അതൊരു കഥാഗാനമാണ് അല്ലെ. അതായത് ഒതേനന്റെ, പിന്നെ തച്ചോളി അമ്പു, ചേകവർ, അങ്ങനെ ഒരുപാട് ആളുകളുടെ, ഉണ്ണിയാർച്ചയുടെ ഒക്കെ വീരകഥകളുണ്ട് അല്ലെ. അതായത് അവർ അംഗം ജയിച്ചതിന്റെ കഥകള്, അങ്ങനെ ഒരുപാട് സാഹസികമായിട്ടുള്ള കഥകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു കഥാഗാനം എന്ന് പറയുന്നത്. ദേശകാലാനുസൃതമായ കഥാഗാനങ്ങള് വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അതായത് വടക്കൻ പാട്ട് പോലെയല്ല തെക്കൻ പാട്ടുള്ളത്. ആറ്റുമണമേലെ ഉണ്ണിയാർച്ചയൊക്കെ നല്ല ഈണത്തിൽ പാടിപ്പോവാൻ പറ്റുന്ന ഒരു പാട്ടാണ്. പക്ഷെ തെക്കൻ പാട്ടിലൊക്കെ ഇരവിക്കുട്ടിപ്പിള്ള പോരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വേറൊരു തരത്തിൽ ഒരു എന്താ പറയാ പാട്ടുകളാണ്, കഥാഗാനങ്ങളാണ്. അപ്പൊ അതൊക്കെ വ്യത്യസ്തത പുലർത്തുന്ന, എന്താണ്, സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ ആചാരപരമായിട്ടും അനുഷ്ഠാനപരമായിട്ടും ഒക്കെ വളരെയധികം വ്യത്യാസം പുലർത്തുന്ന തരത്തിലുള്ള കഥാഗാനങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ദേശത്തിനും കാലത്തിനും ഒക്കെ അനുസൃതമായിട്ട് ആ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളടക്കത്തിന്റെ സവിശേഷത ആസ്പദമാക്കി കഥാഗാനങ്ങളെ വീരകഥാഗാനങ്ങൾ, അലൗകിക കഥാഗാനങ്ങൾ, ഹാസ്യ കഥാഗാനങ്ങൾ, കടങ്കഥാ കഥാഗാനങ്ങൾ, മാന്ത്രിക കഥാഗാനങ്ങൾ, ചരിത്ര കഥാഗാനങ്ങൾ എന്നിങ്ങനെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. എന്താണ് വീരകഥകളൊക്കെ പറയുന്നത്? വീരകഥാഗാനങ്ങൾ. അലൗകികമായിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അലൗകിക കഥാഗാനങ്ങൾ. പിന്നെ നമ്മളെ ചിരിപ്പിക്കുന്ന കഥാഗാനങ്ങളെ നമ്മൾ ഹാസ്യ കഥാഗാനങ്ങൾ എന്ന് പറയുന്നു. പിന്നെ കടങ്കഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിനെ കടങ്കഥാഗാനങ്ങൾ, മാന്ത്രികപരമായിട്ട് അല്ലെങ്കിൽ മന്ത്രവാദമൊക്കെ ഉൾപ്പെടുന്ന കഥകളെയൊക്കെ അതിനെയൊക്കെ മാന്ത്രിക കഥാഗാനങ്ങൾ എന്നും, ചരിത്രപരമായിട്ടുള്ളതിനെ ചരിത്ര കഥാഗാനങ്ങൾ എന്നും ഒക്കെ വിവിധങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ദേശഭേദമനുസരിച്ച് കഥാഗാനങ്ങളെ തെക്കൻ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്.
അതില് വടക്കൻ പാട്ടുകൾ നമ്മൾ പറഞ്ഞു അല്ലേ, അതിൽ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണിയാർച്ചയും മൊതേനും ആരോമലുണ്ണിയും ഒക്കെ ഉണ്ട്. അതായത് നമ്മള് ദൃശ്യകലാ സാഹിത്യത്തിലൊക്കെ ആരോമലുണ്ണിയുടെ അംഗപ്പുറപ്പാടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ തെക്കൻ പാട്ടില് ഇരവിക്കുട്ടി പിള്ളപ്പോരും ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ സവിശേഷതകൾ, ഈ കഥാഗാനങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത്, സവിശേഷ സ്വഭാവം എന്ന് പറയുന്നത് ആഖ്യാന സ്വഭാവമാണ്. എന്തായാലും ഒരു പാട്ടിലൂടെ ഒരു കഥ വിവരിക്കണം അല്ലേ, അത് വളരെ രീതിയിലുള്ള എന്താ പറയാ വിപുലമായിട്ട് വിശദീകരിച്ച്, ഇപ്പൊ ആറ്റുമണമേലെ ഉണ്ണിയാർച്ച എന്താ പറയാ വേല കാണാൻ പോകുന്നത് അവളുടെ ഒരു ദിവസത്തെ എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ടാണെന്നുള്ളത് നമുക്ക് ആ വടക്കൻ പാട്ട്, ആ ആറ്റുമണമേലെ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന വടക്കൻ പാട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അവള് രാവിലെ എണീക്കുന്നു, എന്നിട്ട് എല്ലാ കാര്യങ്ങളും കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞ് വീട്ടിലുള്ള പണികളൊക്കെ ചെയ്ത് തീർത്തിട്ട് ആണ് കുഞ്ഞിരാമനോട് ചോദിക്കുന്നു, കുഞ്ഞിരാമന്റെ അച്ഛനോട് ചോദിക്കുന്നു, അമ്മയോട് ചോദിക്കുന്നു, ആരും വിടുന്നില്ല, സ്വന്തം ഇഷ്ടപ്രകാരം എന്താ പറയാ ഈ വേല കാണാൻ ആണല്ലേ. അപ്പൊ അത്രയും വിശദമായിട്ട് ഒരു കഥ പറയണമെങ്കിൽ, പാട്ടിലൂടെ ഒരു കഥ പറയണം, അതിന് ആഖ്യാന സ്വഭാവമുണ്ട്. വസ്തുനിഷ്ഠത, കൃത്യമായിട്ട് എത്ര സമയത്ത് എന്നുള്ള തരത്തിലുള്ള കൃത്യനിഷ്ഠിതമായിട്ടുള്ള വസ്തുനിഷ്ഠത ഈ ഒരു വടക്കൻ പാട്ടുകൾക്കും തെക്കൻ പാട്ടുകൾക്കും കഥാഗാനങ്ങൾക്കുണ്ട്. പിന്നെ സാർവലൗകികത, എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള തരത്തിലുള്ള കഥാഗാനങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയുമാണ് കഥാഗാനങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി നാടൻ പാട്ടുകളിലേക്ക് കടക്കുന്ന സമയത്ത്, നാടൻ പാട്ടുകളെ കുറിച്ച് നമുക്കറിയാം അല്ലെ. നാടൻ പാട്ടുകൾ നാടോടി വാങ്മയ രൂപങ്ങളിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നു എന്ന് പറയാം. അതായത് അതിന്റെ സവിശേഷത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫോക്ലോറിന്റെ സവിശേഷതകൾ 3 ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് നാടൻ പാട്ടിന്റെ സവിശേഷതയും. എന്താണ്? അജ്ഞാത കർത്തൃകത ആണ് അല്ലെ. എന്താണ്, ആരാണ് പാടിയത് അല്ലെങ്കിൽ ആരാണ് എഴുതിയത് എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ എന്താണ്, പാഠഭേദം ഉണ്ടാവും ഓരോന്നിനും. മാമൊഴിയിലൂടെ വരുന്നത് കൊണ്ട് തന്നെ പാഠഭേദങ്ങളും പരിണാമങ്ങളും ഒക്കെ നാടൻപാട്ടിന് സംഭവിക്കുന്നുണ്ട്. അതുപോലെ പ്രാക്തനത, ഒരു പഴമയെ കാണിക്കുന്നതാണ് നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, എന്താണ്, അന്നത്തെ സാഹചര്യത്തിൽ സാമൂഹിക സാഹചര്യം എന്താണ്, അന്നത്തെ ജീവിത രീതി എന്താണ്, ആചാരങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു നാടൻ പാട്ടിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയൊക്കെ നാടൻ പാട്ടിനെ കുറിച്ച് പറയേണ്ടതുള്ളൂ എന്ന് തോന്നുന്നു. ഇനി നാടോടി സംഗീതത്തിലേക്ക് വരുന്ന സമയത്ത് കേൾവിയിലൂടെ സംക്രമിച്ച് ഓർമ്മയിലൂടെ പരമ്പരാഗതമായി കൈമാറുന്ന ഗാനങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് നാടോടി സംഗീതം എന്ന് പറയുന്നത്. അതിൽ നാടൻ പാട്ടും ഉൾപ്പെടും കേട്ടോ. അതായത് ഈ പുള്ളവൻ പാട്ടൊക്കെ ഇല്ലേ, ഒക്കെ പാണന്മാര് പാടുന്ന പാട്ട്, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എന്താ പറയാ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ അത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കേട്ടു പോരുന്നതാണ്. അങ്ങനെ കൈമാറി വരുന്ന ഗാനങ്ങളെയാണ് നാടോടി സംഗീതം എന്ന് പറയുന്നത്. നാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചുണർത്തുന്ന തരത്തിലുള്ള ഇതാണ് ഈ നാടൻ പാട്ടുകളും നാടോടി സംഗീതവും ഒക്കെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തതായിട്ട് നാടോടി കഥകളിലേക്ക് വരുന്ന സമയത്ത് യഥാർത്ഥ ജീവിതത്തെ സന്തോഷഭരിതമാക്കാൻ മറ്റൊരു ജീവിത സൃഷ്ടിയിലൂടെ ശ്രമിക്കുന്നതാണ് നാടോടി കഥകളുടെ പിറവിക്ക് കാരണം എന്ന് പറയാം. അതായത് എന്താണ്, യഥാർത്ഥ ജീവിതം എന്താണ്, വളരെ സന്തോഷമായിട്ട് മാറണം എന്ന് നമ്മൾ പറയും. എന്നാൽ അത് നാടോടി കഥകളിലൂടെ ചിത്രീകരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഭാവനയിലൂടെ ആ സന്തോഷം നമ്മൾ വീണ്ടെടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ നാടോടി കഥകളൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയാം. അതുപോലെ കഥാശ്രവണ കൗതുകം ഉണ്ട് നാടോടി കഥകൾക്ക്. പിന്നെ എന്താണ്, സമൂഹത്തോട് നേരിട്ട് സംവദിക്കുന്ന ആഖ്യാനങ്ങളാണ്. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ഗുണപാഠ കഥകളൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ നാടോടി കഥകളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹത്തിന് നടക്കുന്ന കാര്യങ്ങളോട് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ് നാടോടി കഥകൾ എന്ന് പറയുന്നത്. അതുപോലെ സ്വഭാവം അനുസരിച്ച് കഥകളെ ലളിതമെന്നും സങ്കീർണമെന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ലളിതം എന്ന് പറയുന്ന സമയത്ത് ഒരു കുഞ്ഞു പ്രശ്നം ആ ഒരു കഥയിൽ ഉണ്ടാവും. ആ പ്രശ്നം ഏതെങ്കിലും ഒരു വഴിക്ക് തീരുന്ന തരത്തിൽ പെട്ടെന്ന് കഴിയുന്ന ഒരു കഥ, അതാണ് ലളിതമായിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത്. എന്നാൽ സങ്കീർണമായ കഥകളില് എന്താണ്,
ഒരു പ്രശ്നം ഉണ്ടാവും, ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം വലിയ വലിയ പ്രശ്നത്തിലേക്ക് കടക്കുകയും അതിനെ ഊരാക്കുടുക്കിലാവുന്ന സമയത്ത് അതിൽ നിന്നെങ്ങനെ മറികടക്കാൻ ശ്രമിക്കുന്ന നായകനെയും നായികയും ഒക്കെ നമ്മൾ കാണുകയും, അത്തരത്തിലുള്ള കഥകളൊക്കെ വളരെ സങ്കീർണമായിരിക്കും, കുറച്ച് നീണ്ടു വലിച്ചിട്ടുള്ള കഥകളായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ സങ്കീർണമായിട്ടുള്ള നാടോടി കഥകൾ എന്ന് പറയുന്നത്. അതുപോലെ ജീവിതത്തിലെ കഠിന യാതനകളിൽ നിന്ന് ഒരു മോചന ശ്രമം കൂടിയാണ് ഈ കഥ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തായാലും കഥകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യുന്ന രീതി, പരിഹരിക്കുന്ന രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. എന്താണ്, ഒരാളൊരു കുഴിയിൽ വീണ കഥയാണെങ്കിൽ ആ കുഴിയിൽ നിന്നും അയാളെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആഹ്ലാദം ഉണ്ടാവും അല്ലെ. അപ്പോൾ ജീവിതത്തിലുള്ള ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഒക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിനോദാത്മകമായിട്ടുള്ള നാടോടി കഥകളൊക്കെ വായിക്കുന്നതിലൂടെ നമുക്ക് അതിന് സാധ്യമാകുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തി വെക്കാനും കൂടി ഈ നാടോടി കഥകൾ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ ഇനി ഫോക്ലോറും സാഹിത്യവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോക്ലോറും സാഹിത്യവും തമ്മിൽ എന്താ പറയാ, ഒന്ന് വേർതിരിക്കാൻ പറ്റാത്ത കുറച്ച് ബന്ധങ്ങളുണ്ട് എന്നുള്ളത്. അതായത് ആദ്യകാലത്ത് ഫോക്ലോർ എന്ന വിവക്ഷ നാടോടി സാഹിത്യത്തെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അതായത് ആദ്യകാലത്ത് സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന നാടൻ പാട്ടുകള്, കഥകള്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളെയൊക്കെയാണ് ഫോക്ലോർ എന്ന് പറയുന്ന ആ ഒരു പദം സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഫോക്ലോറിസ്റ്റ് ആയ ആർച്ചർ ടെയ്ലർ ഫോക്ലോറും സാഹിത്യവും തമ്മിൽ 3 തരം ബന്ധങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് പിന്നീടാണ് ഫോക്ലോറിന് പല പല വിധത്തിലുള്ള ഭേദങ്ങൾ വന്നിട്ടുള്ളത്. അതായത് സാഹിത്യത്തിൽ അല്ലാതെ തന്നെ എന്താ പറയാ, വാമൊഴിയിലൂടെയാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും എന്താ പറയാ, മറ്റുള്ള കലാരൂപങ്ങളിലേക്കും ഒക്കെ ഫോക്ലോർ കടന്നു ചെല്ലുകയും കൂട്ടത്തോടെയുള്ള എന്ത് സംഭവത്തിനെയും അതൊരു ഫോക്കായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയത്ത് ഫോക്ലോർ സാഹിത്യവുമായിട്ട് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആർച്ചർ ടെയ്ലർ 3 തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മിക്ക സംസ്കാരങ്ങളിലും ഫോക്ലോറും സാഹിത്യവും വേർതിരിച്ചറിയാൻ പ്രയാസമാണ് എന്ന് പറയുന്നുണ്ട്. സാഹിത്യത്തിൽ ധാരാളമായി ഫോക്ലോർ കാണുന്നുണ്ട്, എന്നാൽ സാഹിത്യകാരന്മാർ ഫോക്ലോറിനെ അനുകരിക്കുന്നു. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ഇതിഹാസങ്ങൾ വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് കടക്കുന്നതോടുകൂടി സാഹിത്യം, അവിടെ ഒരു സാഹിത്യ രൂപം എന്താ പറയാ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അല്ലെ. എന്നാൽ ഇതിഹാസങ്ങൾ സാഹിത്യമാണ് എങ്കിൽ പോലും അത് ഏറ്റവും വലിയൊരു ഫോക്ലോർ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഭാവനാ സൃഷ്ടികളായ സാഹിത്യ കൃതികളിൽ ഫോക്ലോറിന്റെ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ഈ ഭാവന കൊണ്ട് നമ്മളൊരു സാഹിത്യ കൃതി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ എപ്പോഴും ഒരു കൂട്ടത്തെ ആവശ്യമാണ്, ജനതയെ ആവശ്യമാണ്, ഒരു കൂട്ടത്തെ ആവശ്യമാണ്. അതിൽ എപ്പോഴും ഒരു കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും അതിൽ ഫോക്ലോർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോക്ലോർ ഉണ്ടാകുന്ന സമയത്ത് അത് സാഹിത്യം എപ്പോഴും ഫോക്ലോറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇനി ആചാരങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു ജനസമൂഹത്തെ മറ്റൊരു ജനസമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആചാരത്തിന്റെ വേരോട്ടമുണ്ട്. അതായത് എന്താണ്, നമ്മൾ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് ആചാരങ്ങൾ പല സമുദായത്തിനും പല ജാതികൾക്കും ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ മരണപ്രക്രിയ ഒക്കെ, മരണശേഷമുള്ള ആചാരങ്ങൾ എന്നൊക്കെ പറയുന്നത് ബലിയിടലും ഒക്കെ, അതൊക്കെ ഒരു ആചാരമാണല്ലേ. അതുപോലെ വിവാഹത്തിന്, അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോരോ ഘട്ടത്തിലും ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ആചാരം ഉണ്ട്. അതാണ് ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ആചാരത്തിന്റെ വേരോട്ടം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അനുഷ്ഠാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് സമൂഹ ജീവിതത്തിൽ ശ്രദ്ധയോടും നിഷ്ഠയോടും കൂടി പാലിക്കുന്ന നടപടിക്രമങ്ങളാണ് അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴും അനുഷ്ഠാനം എന്ന് പറയുന്നത് അത് അതിന്റെ രീതിയിൽ തന്നെ, അതിന്റെ ചിട്ടയിൽ തന്നെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പുരാവൃത്തത്തിന്റെയോ വിശ്വാസത്തിന്റെയോ സഹായമില്ലാതെ അനുഷ്ഠാനങ്ങൾക്ക് നിലനിൽപ്പൊന്നുമില്ല. കാരണം നമുക്ക് എപ്പോഴും ഒരു അനുഷ്ഠാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു അനുഷ്ഠാനം നടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുരാവൃത്തം വേണം, അല്ലെങ്കിൽ
ഒരു വിശ്വാസ കഥ, ഒരു വിശ്വാസം വേണം അവിടെ അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദൈവം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ അനുഷ്ഠാനത്തിന് അവിടെ നിലനിൽപ്പുള്ളൂ അല്ലെ. അതുപോലെ അനുഷ്ഠാനങ്ങൾ സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടായ്മയെ കൂട്ടിച്ചേർക്കാൻ ഒത്തു നിൽക്കുന്നത് പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളാണ്. പിന്നെ അനുഷ്ഠാനത്തിൽ നിന്നുമാണ് ഈ പുരാവൃത്തങ്ങളും കഥകളും ഒക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കലകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്താണ്, എന്താ പറയാ, കലാകാരന്മാർ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠാനത്തിലൂടെ നടക്കുന്നുണ്ട്. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും നമ്മൾ എന്താണ്, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് താഴ്ന്നു കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ താഴ്ന്നു കൊടുക്കില്ല. അപ്പൊ അത്തരത്തിൽ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും പല പല മൂല്യബോധങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അനുഷ്ഠാനങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉത്സവങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് വിശദീകരിച്ചാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഉത്സവങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് മനുഷ്യ സമുദായത്തെ ഗാഠമായി ബന്ധിപ്പിക്കാൻ ഉത്സവങ്ങൾക്ക് കഴിവുണ്ടല്ലേ. അതായത് നമ്മൾ ഒരുപാട് ഉത്സവങ്ങളുണ്ട്. ഓണം, വിഷു, പിന്നെന്താണ് ബക്രീദ്, ക്രിസ്മസ്, അങ്ങനെ എത്ര ആഘോഷങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ ഉത്സവങ്ങളൊക്കെ എപ്പോഴും നമ്മളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അതുപോലെ മതപരവും മതനിരപേക്ഷവുമായിട്ടുള്ള ഉത്സവാഘോഷങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ അതിലൊക്കെ എന്താണ്, എല്ലാവരും ഒത്തുകൂടി ഒരു ഉത്സവത്തിനാണെങ്കിൽ അതിൽ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകളുടെ സഹായം നമുക്ക് അതിൽ ആവശ്യമായിട്ട് വരും. അപ്പൊ അതൊക്കെ എല്ലാവരും ഒത്തുചേർന്ന് സഹായ സഹകരണത്തോട് കൂടിയിട്ട് ആ ഉത്സവം ആഘോഷിക്കപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയാ അത്തരത്തിലുള്ള സന്തോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് അല്ലെ. അപ്പോ ദേശീയകാല ജീവിത സമ്പ്രദായങ്ങൾക്ക് അനുഗുണമായിട്ട് നിലകൊള്ളൽ ഈ ഒരു ഉത്സവത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ദേശത്തിന്റെയും കാലത്തിന്റെയും ജീവിതത്തിന്റെയും ഒക്കെ സമ്പ്രദായങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള ഒരു നിലകൊള്ളലാണ്. അതായത് ഏതൊരു കാലത്തിലാണെങ്കിൽ പോലും ഏതൊരു ദേശത്തിലാണെങ്കിൽ പോലും ഉത്സവങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ അതിൽ എന്താണ് നമ്മൾ പങ്കെടുക്കുക, അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഭാഗമാവുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും ഒക്കെ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്, നമ്മുടെ ജീവിതത്തെ ഉത്സവങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണല്ലോ വിശ്വാസങ്ങൾ. അതായത് നമ്മുടെ മുത്തശ്ശിമാരും മുതുമുത്തശ്ശന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും നമ്മളെ വിശ്വാസമായിട്ട് ഉള്ളത്. പലതരത്തിലും വിശ്വാസമുണ്ട്. അതായത് നിമിത്തം, ശകുനം, അലൗകിക വിശ്വാസം, പാപത്തിലുള്ള വിശ്വാസം, പരലോക വിശ്വാസം തുടങ്ങി വിശ്വാസ സംഹിതകൾക്ക് ഫോക്ലോർ പഠനത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് പൂച്ച വട്ടം ചാടിയാൽ നമ്മൾ പറയും എന്താണ്, ഇപ്പൊ ഇറങ്ങരുത്, നല്ലതല്ല, നല്ല ശകുനല്ല, അല്ലെങ്കിൽ നല്ല നിമിത്തമല്ല എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ പലയിടങ്ങളിലും പാല്, തൈര്, ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സന്ധ്യയ്ക്ക് ശേഷം വിളക്ക് വെച്ചതിന് ശേഷം കൈമാറരുത് എന്ന് പറയും. അതുപോലെ തന്നെ ഉപ്പ് കയ്യിൽ കൊടുക്കരുത് എന്ന് പറയും. അങ്ങനെയുള്ള പല പല വിശ്വാസങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല വിശ്വാസങ്ങളും തകർന്നടിഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറയാമെങ്കിൽ പോലും പല വിശ്വാസങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഫോക്ലോർ പഠനത്തിന് പ്രധാനമായിട്ടും ഒരു എന്താ പറയാ സ്വാധീനിച്ച ഏറെ പ്രാധാന്യമുള്ള ഒരു ഘടകം തന്നെയാണ് വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ദിനചര്യകളിലും വസ്തുവകകൾ കൈമാറുന്നതിലും ഒക്കെ ഈ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നാടോടി ജീവിത സമ്പ്രദായത്തില് വിശ്വാസങ്ങളുടെ പ്രാധാന്യം വളരെ അധികമാണ്. ആ വിശ്വാസങ്ങളോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ ജീവിത രീതി അത്തരം വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന് പറയാം. അതുപോലെ മനുഷ്യന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ വിശ്വാസത്തിന് അടിത്തറയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇനി മന്ത്രവാദത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇതും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അതായത് മാന്ത്രിക കർമ്മങ്ങളിലുള്ള വിശ്വാസമാണ്, മതവിശ്വാസങ്ങളോട് പറ്റിച്ചേർന്നിട്ടുള്ള ഒരു വിശ്വാസമാണ് ഇത് എന്ന് നമുക്ക് പറയാം. അതായത്
മനുഷ്യന്റെ ആഗ്രഹപൂർത്തിക്കുള്ള ഒരു മാർഗമാണ് മന്ത്രവാദം. നമുക്ക് എന്തെങ്കിലും നേടണം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരാൻ മന്ത്രവാദം ചെയ്താൽ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് അതിന് അടിത്തറ എന്ന് പറയുന്നത്. അതുപോലെ പ്രകൃതി ശക്തികളെയും വിപത്തുകളെയും നേരിടാനുള്ള ഉപാധി മതവിശ്വാസങ്ങളിൽ അലിഞ്ഞു ചേർന്ന മാന്ത്രിക കർമ്മങ്ങളാണ് ഇവ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് നാഗാരാധന, അതുപോലെ തന്നെ വൃക്ഷാരാധന, അങ്ങനെ കുറെ ആരാധനകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ മന്ത്രവാദത്തിൽ പെടുന്ന തരത്തില് ആഭിചാര പ്രക്രിയകള് ഒക്കെ ഇക്കാലത്തുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളും നമ്മൾ ഫോക്ലോറിൽ പെടുത്തുന്നുണ്ട്. മന്ത്രവാദവും ഫോക്ലോർ പെടുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ വിവിധ തരത്തിലുള്ള ആരാധനാ രീതികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൃക്ഷാരാധന, നാഗാരാധന, പിന്നെ എന്താണ് അമ്മ ആരാധന, പിതൃ ആരാധന. അത് ഈ നമ്മുടെ ഇടയിലൊന്നും ഇല്ലെങ്കിൽ പോലും പല പല ദേശങ്ങളിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പ്രകൃതി ശക്തികളോടുള്ള ഭയത്തിൽ നിന്നും ഉത്ഭവിച്ച ആരാധനാ സമ്പ്രദായങ്ങളാണ് ഇത്തരം ആരാധനകൾ എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയോടുള്ള ഒരു ഭയമാണ് ഇത്തരം ആരാധനകൾക്കൊക്കെ കാരണം എന്നാണ് പറയുന്നത്. പശ്ചിമേഷ്യ, ഈജിപ്ത്, മെസപ്പൊട്ടേമിയ എന്നീ രാജ്യങ്ങളിൽ ആദ്യകാലങ്ങളിലെ അമ്മ ദേവാരാധന നിലവിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഭൂമി, പ്രകൃതി, കാളി, ദുർഗ എന്നീ സങ്കല്പങ്ങളുടെ എല്ലാം അടിത്തറ അമാനുഷ മാതൃ ദേവതാ പൂജയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ മാത്യു എന്നാണുള്ളത്, അതൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, അതൊന്ന് മാറ്റണേ. മാതൃദേവതാ പൂജ എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രാമീണ ദേവതാ സങ്കല്പമാണ് അമ്മ ആരാധനയ്ക്ക് ഉള്ളത് എന്ന് പറയാം. അതുപോലെ പൂർവികരെ ആരാധിക്കുന്നതിലൂടെ അവരുടെ പ്രീതിയാൽ ഐശ്വര്യമുണ്ടാകുമെന്നും മറിച്ചായാൽ അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നും ഉള്ള സങ്കല്പത്തിലാണ് പിതൃ ആരാധനയ്ക്ക് പിന്നിലുള്ളത്. അതായത് മരിച്ചു പോയവര് എന്താ പറയാ ആഹ്ലാദിക്കണം, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവരെ ആദരിക്കുന്നതാണ് പിതൃ ആരാധന എന്ന് പറയുന്നത്. അതുപോലെ കുടുംബ ഐശ്വര്യത്തെ ബാധിക്കുന്നതാണ് പിതൃ ആരാധനയുടെ അഭാവം എന്ന് പറയുന്നത്. അതായത് ഈ നമ്മളിപ്പോ ബലിയിടുകയും നേർച്ച കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതായത് നമ്മുടെ പൂർവികര് നമ്മളെ അനുഗ്രഹിക്കണം എന്നുള്ള രീതിയിൽ, കുടുംബത്തിന്റെ ഐശ്വര്യമൊക്കെ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് പിതൃ ആരാധന ചെയ്യുന്നത്. പ്രാചീന ജനസമൂഹത്തിന്റെ മതവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനാ രീതിയാണ് ജന്തുക്കളെ ആരാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് പശുവിനെ ആരാധിക്കുന്നുണ്ട്, പിന്നെ അങ്ങനെയുള്ള ആടിനെ ആരാധിക്കുന്നവരുണ്ട്. ഒരുപാട് ജീവജാലങ്ങളെ ആരാധിക്കുന്ന ജനസമൂഹം നമ്മുടെ നാഗാരാധന അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആരാധനകൾ നമുക്ക് ചുറ്റും ഉണ്ട്. അപ്പൊ അത് മതവിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. പിന്നെ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരാധനയുണ്ട്. മറ്റ് ആരാധനാ രീതികളെക്കാൾ പ്രാപ്തനമായതാണ് വൃക്ഷ ആരാധന എന്ന് പറയുന്നത്. അതായത് വൃക്ഷങ്ങൾ എപ്പോഴും നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പഴക്കം ഏറിയ ഒരു ആരാധനയാണ് വൃക്ഷാരാധന എന്ന് പറയുന്നത്. അത്രയാണ് പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള ആരാധനകളെ കുറിച്ച് പറയാനുള്ളത്. അതിൽ ഓരോന്നിനും ഓരോരോ കാരണമുണ്ട്, ഓരോ ദേശത്തും ഓരോ തരത്തിലുള്ള ആരാധനകളാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനൊക്കെ അടിസ്ഥാന വിശ്വാസം തന്നെയാണ് കേട്ടോ. ഇനി നാട്ടുവിജ്ഞാനത്തിലേക്ക് വരുന്ന സമയത്ത് വാമൊഴിയിലൂടെ പകർന്നു കിട്ടുന്ന പാരമ്പര്യ വിജ്ഞാനമാണ് ഇത് എന്ന് നമുക്ക് പറയാം. അതുപോലെ ജീവിതത്തിന്റെ സമസ്ത മേഖലയും സ്പർശിക്കുന്ന പാരമ്പര്യ വിജ്ഞാനം കൂടിയാണ് നാട്ടുവിജ്ഞാനം. അതായത് ഒരു നാട്ടിലുള്ള അല്ലെങ്കിൽ ആ ഒരു നാടോടി വിജ്ഞാനം തന്നെയാണ് നാട്ടുവിജ്ഞാനം എന്ന് പറയുന്ന സമയത്ത് പറയാവുന്നത്. അതായത് ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയാ അവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുക. അതുപോലെ തീർച്ചയായിട്ടും അതൊരു വാമൊഴിയിലൂടെ പകർന്നു കിട്ടുന്ന പാരമ്പര്യം തന്നെയാണ് ഈ നാട്ടുവിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫോക്ലോർ എന്ന് പറയുന്ന പേപ്പറിൽ രണ്ടാമത്തെ ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ ഒരു പേപ്പർ വളരെ ഈസി ആയിട്ട് തന്നെ തോന്നുമെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു നിർവചനങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാനും അതൊന്ന് പഠിക്കാനും കുറച്ചൊരു സമയം ആവശ്യമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതും നമുക്ക് ചുറ്റുപാടും നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും
എന്താ പറയാ, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.